ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 കെമിസ്ട്രിയിലെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഷുവറായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഈ 2 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത 99% ആണ് കേട്ടോ. സോ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. വിച്ച് ഈസ് ദ മേജർ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ബീറ്റ എലിമിനേഷൻ ഓഫ് 2-bromopentane. ഓക്കെ, 2-bromopentane ബീറ്റ എലിമിനേഷൻ നടത്തുമ്പോൾ നമുക്ക് ഏത് മേജർ പ്രോഡക്റ്റ് ആണ് കിട്ടുക? അങ്ങനെ കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് നമ്മൾ കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച റൂളാണ്. ഓക്കെ, നെയിം ദ റൂൾ വിച്ച് ലീഡ്സ് ടു ദ മേജർ പ്രോഡക്റ്റ് ഇൻ ദിസ് എലിമിനേഷൻ റിയാക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാകും. ദാറ്റ് റൂൾ ഈസ് കോൾഡ് വാട്ട്? സെയ്റ്റ്സ് ഓഫ് റൂൾ എന്ന് പറയും അല്ലേ? സെയ്റ്റ്സ് ഓഫ് റൂൾ എന്ന് പറയും. അപ്പോൾ സെയ്റ്റ്സ് ഓഫ് റൂളിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സെയ്റ്റ്സ് ഓഫ് റൂളിൽ എന്താ മക്കളെ പറയുന്നത്? ദ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ്, അല്ലെ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ റിയാക്ഷൻ, ഒരു ഡീഹൈഡ്രോ ഹാലോജിനേഷൻ റിയാക്ഷനിൽ മേജർ product is that alkene which contain maximum number of alkyl group around C double bond C. ഓക്കെ, അതായത് C ഡബിൾ ബോണ്ട് സിന് ചുറ്റും എവിടെയാണോ മാക്സിമം ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉള്ളത്, മാക്സിമം നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എവിടെയാണോ ഉള്ളത്, അവിടെ ആയിരിക്കും ആൽക്കീൻസ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ അതായിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ആ ഒരു ഐഡിയയിലേക്കാണ് പോകുന്നത് കേട്ടോ. സോ സെയ്റ്റ്സ് ഓഫ് റൂളിനകത്ത് നിങ്ങൾക്ക് അറിയാം മക്കളെ, ഇവിടെ അവർ പറയുന്ന കോമ്പൗണ്ട് 2-bromopentane ആണ്. അപ്പോൾ 2-bromopentane നമ്മൾ ആദ്യമേ വരച്ച് നോക്കണം. CH3 CH2 CH2 CH, താഴേക്ക് ഒരു BR ഉണ്ടാകും, അതുപോലെ സൈഡിലേക്ക് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ BR അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ നമ്മൾ പറയും. ഓക്കെ, BR എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണ്. ഈ ഹാലോജൻ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്നാണ് പറയുക. BR അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണോട് തൊട്ടടുത്ത് കിടക്കുന്ന 2 കാർബൺ ആറ്റംസ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ഇതാണല്ലോ ആൽഫ കാർബൺ. ഓക്കെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതാണ് ആൽഫ കാർബൺ. അതിന് തൊട്ടടുത്ത് കിടക്കുന്നതാണ് ബീറ്റ കാർബൺസ്. ഓക്കെ, ബീറ്റ കാർബൺ. അപ്പോൾ ഇവിടെ എത്ര ബീറ്റ കാർബൺ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? യെസ്, 2 ബീറ്റ കാർബൺ ഉണ്ട് അല്ലേ? ഇതാണ് ആൽഫ, അതിനോട് തൊട്ടടുത്ത് കിടക്കുന്നതാണ് ബീറ്റ കാർബൺസ്. അപ്പോൾ ബീറ്റ കാർബണിൽ നിന്ന് മക്കളെ ഈ ഡീഹൈഡ്രോ ഹാലോജിനേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാലോജനെയും റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ ഒരു ഹൈഡ്രജനെയും റിമൂവ് ചെയ്യും. ഓക്കെ, ഹാലോജനെയും ഹൈഡ്രജനെയും റിമൂവ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറയുക. അപ്പോൾ ഡീഹൈഡ്രോ ഹാലോജിനേഷനകത്ത് ഈ ഹാലോജനെ റിമൂവ് ചെയ്യും, അതുപോലെ ഒരു ഹൈഡ്രജനെ, എവിടെന്നെങ്കിലും ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യണം. അപ്പോൾ എവിടെന്നാണ് നമുക്ക് ഹൈഡ്രജനെ റിമൂവ് ചെയ്യാൻ പറ്റുക? ബീറ്റയിൽ നിന്ന്, അതായത് ബീറ്റ കാർബണിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഹൈഡ്രജനെ റിമൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഈ കേസിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 2 ബീറ്റ കാർബൺ ഉണ്ട്, ശരിയല്ലേ? 2 ബീറ്റ കാർബൺ ഉണ്ട്. അപ്പോൾ ഏത് ബീറ്റ കാർബണിൽ നിന്നാണ് നമ്മൾ ഹൈഡ്രജനെ റിമൂവ് ചെയ്യേണ്ടത്? ഇതിൽ നിന്നാണോ ഇതിൽ നിന്നാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? യെസ്, ഈ പറഞ്ഞ ഈ കാർബണിൽ നിന്നാണ് അല്ലേ? അതായത് മക്കളെ ഇവിടെ റിമൂവ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കാർബണിൽ നിന്നാണ് നമുക്ക് ഹൈഡ്രജനെ റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ, ഓക്കെ, ഇതിൽ നിന്ന് റിമൂവ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നിന്ന് റിമൂവ് ചെയ്താൽ അത് നമുക്ക് മൈനർ പ്രോഡക്റ്റ് ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇതിന് നമ്മൾ മൈനർ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. മേജർ പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണല്ലോ നിങ്ങൾ വലിയ ആൽക്കൈൽ ഗ്രൂപ്പിനെ കാണുന്നത്, ശരിയല്ലേ? ഇവിടെ 3 കാർബണുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയാണെങ്കിലോ 1 കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ വലിയ കാർബണുള്ള അല്ലെങ്കിൽ വലിയ ആൽക്കൈൽ ഗ്രൂപ്പുള്ള അവിടെ നിന്നായിരിക്കണം എന്തിനെ റിമൂവ് ചെയ്യേണ്ടത്? ഹൈഡ്രജനെ നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ബീറ്റ എലിമിനേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ബീറ്റ എലിമിനേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതായിരിക്കും. CH3 CH2 CH ഡബിൾ ബോണ്ട് CH, താഴത്തേക്ക് BR ഉണ്ടോ? ഇനി ഇല്ല, BR പുറത്തേക്ക് പോയി, ശരിയല്ലേ? യെസ്, ഇവിടെ CH3 കിട്ടും. ഇതാണ് ഇവിടെ കിട്ടുന്ന മേജർ പ്രോഡക്റ്റ്. റെഡി. മൈനർ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും എവിടെ നിന്ന്? ഈ CH3യിൽ നിന്ന് Hനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ അവിടെ മൈനർ പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ നമ്മുടെ അടുത്ത് ചോദ്യം എന്താ? മേജർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ മേജർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എവിടെയാണോ വലിയ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത്, ഇവിടെയാണല്ലോ വലിയ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത്, ഈ വലിയ ആൽക്കൈൽ ഗ്രൂപ്പുള്ള ബീറ്റ കാർബണിൽ നിന്ന് വേണം നമ്മൾ എന്ത് കളയാനായിട്ട്? ഹൈഡ്രജനെ കളയാനായിട്ട്. റെഡി. അപ്പോൾ നമുക്കിവിടെ മേജർ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയത് എന്താ? യെസ്, ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? പെൻറ്റ്-2ഈൻ എന്നല്ലേ? അപ്പോൾ നമുക്ക് അവിടെ കിട്ടി പെൻറ്റ്-2ഈനാണ് ഇവിടെ എന്തായിട്ട് കിട്ടുന്നത്? മേജർ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. റെഡി. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, ഒന്നുകൂടി നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ബിക്കോസ് എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും കാണാൻ പറയുന്നത്? നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം, എങ്കിലും മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 4 different
ഡിഫറൻസസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ. മോഡൽ പരീക്ഷയ്ക്ക് 2 ഡിഫറൻസുകളാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളുടെ മെയിൻ എക്സാമിന് പബ്ലിക് പരീക്ഷയ്ക്ക് 4 ഡിഫറൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. SN1 എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഈ 2 സ്റ്റെപ്പിൽ നടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കാർബോ കാറ്റയോൺ അവിടെ ഫോം ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 1 ആണ്. അതുപോലെ തന്നെ റെസിമൈസേഷൻ നടക്കും. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്തെടുക്കണം. റെസിമൈസേഷൻ നടക്കും. ഇതിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി SN2യിലേക്ക് വരുന്ന സമയത്ത് സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ്. നോ ഇൻ്റർമീഡിയറ്റ് ഫോംഡ് ആണ്. ഓർഡർ 2 ആണ്. അതുപോലെ തന്നെ ഇൻവെർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കും. അതുപോലെ തന്നെ അതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡറും കൃത്യമായിട്ട് പഠിച്ചു വെച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ മെയിനായിട്ട് നിങ്ങൾ ഈ 2 ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ തൊട്ടടുത്ത നിമിഷം തന്നെ നമുക്ക് കാണാം. സോ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.